ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. MK ബഡീസ് കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് പുട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പുട്ട് ഞാൻ കുഴച്ച് വെച്ചു. ഞാൻ ഒരു ഗ്ലാസ് അരിപ്പൊടി, 1.5 ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അത് 1 ഗ്ലാസ് റാഗി പൗഡറും രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ കുഴച്ച് വെച്ചിട്ടുള്ളത്. അപ്പം കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാനൊരു ടേസ്റ്റിന്, പുട്ടിനൊരു ഇച്ചിരി ടേസ്റ്റ്, പിള്ളേർക്ക് കഴിക്കുമ്പോൾ ഇച്ചിരി ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഇച്ചിരി ജീരകം പൊടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പുട്ടിൻ്റെ ഒരു പാകം തന്നെ പൊടിച്ച് വെച്ച് ഇത് വേണം, ഇങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കണം. പിന്നെ വിട്ടു. അപ്പോൾ നമുക്കൊരു 15-20 മിനിറ്റ് നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. ഞാൻ ഇച്ചിരി ഉള്ളിൽ തേങ്ങയൊക്കെ ഇട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് റാഗി പൗഡർ ഒത്തിരി ആരോഗ്യത്തിന് ഒത്തിരി ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ അരിപ്പുട്ടുണ്ടാക്കുന്നത് വെറുതെ അരിപ്പുട്ടിൻ്റെ കൂടെ ഇച്ചിരി റാഗി പൗഡറും കൂടെ ഉണ്ടാക്കുമ്പോൾ അത് നല്ലതാണ്. റാഗി പൗഡർ തന്നെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ പിള്ളേർ കഴിക്കത്തില്ല. അപ്പം മിക്സ് ചെയ്തുണ്ടാക്കുമ്പോൾ അതിൻ്റെ റാഗിയുടെ ടേസ്റ്റ് മുന്നോട്ട് വരത്തില്ല. എന്നാൽ അരിപ്പുട്ട് കഴിക്കുന്നതിൻ്റെതായ നമുക്ക് അതിൻ്റെതായ ചിലപ്പം ചിലർക്ക് അത് അരിപ്പുട്ടൊന്നും ചിലപ്പം ചിലർക്ക് വയറ്റി പിടിക്കത്തില്ല, പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് രണ്ടും മാറി കിട്ടും. അപ്പം നിങ്ങളിങ്ങനെ ശ്രമിക്കണേ. രണ്ടും കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ പിള്ളേർക്ക് അത് ഇഷ്ടപ്പെടും. ഇച്ചിരി ജീരകപ്പൊടിയും കൂടെ ഒക്കെ ഇടണം. അപ്പോൾ നമ്മുടെ പുട്ടിന് വെള്ളം വെച്ചേക്കണം. അപ്പോൾ തിളച്ചു ആവി വന്നു കഴിഞ്ഞാൽ നമുക്ക് സിമ്മാക്കി ഇടാം. അപ്പോൾ നമുക്ക് പുട്ടുപൊടി എടുത്തിടാം കേട്ടോ. ഇപ്പം ഞാൻ സ്പൂണ് കൊണ്ടാണ് കേട്ടോ പുട്ടുപൊടി ഇടുന്നത്. പുട്ട് അമർത്തി കുലുക്കുകയൊന്നും ചെയ്യല്ല കേട്ടോ. ജസ്റ്റ് നമ്മളിങ്ങനെ ഇടുക മാത്രമേ ചെയ്യാവുള്ളൂ. ഒരു 3 പീസ് പുട്ടിൻ്റെ കഷ്ണം, ഒരു 3 പീസാവാം. ഇടയ്ക്കിടയ്ക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം. നമുക്ക് പുട്ടിന് ടേസ്റ്റ് കൂടാനും പിന്നെ ആവി പെട്ടെന്ന് കയറും കേട്ടോ നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്താൽ. പുട്ട് വെക്കാം കേട്ടോ. നമ്മുടെ പുട്ടിന് ആവി വന്ന് തുടങ്ങി കേട്ടോ. ആവി വന്ന് തുടങ്ങി. ഇനി ഒരു 2-3 മിനിറ്റും കൂടെ നമ്മൾ പുട്ട് വെക്കണം കേട്ടോ. ഇവിടെ കറക്റ്റ് പാകത്തിനകത്തുള്ളൂ. ആവി വന്ന് തുടങ്ങിയേ. നമ്മൾ പുട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് ചൂടോടെ നമ്മൾ പുട്ട് കഴിക്കണം. അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കുറഞ്ഞു പോകും, അത് കട്ടിയാവാൻ തുടങ്ങും. ഇപ്പോൾ എന്ത് സാധനമാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ചൂടോടെ കഴിക്കണം. എടുത്ത് വെച്ച് ഒരു 5-10 മിനിറ്റിനുള്ളിൽ കഴിക്കണം. ഏകദേശം കഴിക്കാൻ പാകത്തിന് പുട്ടുണ്ടാക്കണം. അപ്പോൾ നമുക്കൊരു 2 മിനിറ്റ് കൂടെ വെക്കാം, എന്നിട്ട് നമുക്ക് എടുക്കാം കേട്ടോ പുട്ട്. നമ്മുടെ പുട്ട് നമ്മൾ എടുത്തു കേട്ടോ. നല്ല ജീരകത്തിൻ്റെയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ റാഗിപ്പൊടിയുടെ ചെറിയ കളറും ഉണ്ട്, എന്നാൽ നല്ല ചൂടോടെ. അപ്പം നിങ്ങൾ ഇതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള പുട്ടുകളൊക്കെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ചൂടോടെ കഴിക്കുക. അപ്പം അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. MK കുക്കിംഗ് റെസിപ്പീസ്. ഓക്കെ, താങ്ക് യു.